ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്. ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില്, മതത്തിന്റെ പേരില്. ആൾക്കാരെ കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരില്, ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും. ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നത് കംബോഡിയയിലെ ജനസംഖ്യയുടെ 4/1 കൊന്നു കളഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ പോട്ട് എന്നാണ്. ജനറൽ സെക്രട്ടറി ഓഫ് ദി സെൻട്രൽ കമ്മിറ്റി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംപൂച്ചിയ ആണ്. കമ്മ്യൂണിസ്റ്റുകാരനാ, മതമില്ലാത്ത ആളാ. ഈ പറഞ്ഞ മതമില്ല, നോ റിലീജിയൻ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന 10 ഏകാധിപതികളുടെ ലിസ്റ്റാണിത്. ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോൾപോട്ട്, കംബോഡിയയിലെ 4/1 ജനസംഖ്യ കൊന്ന പോൾപോട്ടിന് അവിടെ എത്ര സ്ഥാനം അറിയുള്ളൂ? 7ാം റാങ്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ്. കൊറിയൻ ഏകാധിപതിയായിരുന്നില്ല കിം ഇൽ സുങ്. കിം ഇൽ സുങ് ആരാന്നറിയോ? സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ബെറിയ ഹാൻഡ്ബക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 1945 കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി സ്റ്റാലിന്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വന്ന ആളാണ്. അവിടെയും നമ്മൾ ഇവിടെ കാണുന്നില്ല, മതമൊന്നും കാണുന്നില്ല. നമ്മൾ 6ഉം 7ഉം റാങ്കുകാരെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഈ 10 പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ആർക്കാന്നറിയോ? അത് മാവോസെ തൂങ്ങിനും സ്റ്റാലിനോ. കട്ടം തിരിച്ചുവാദികളാ, മതരഹിതരാ. നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ, സമീപ ചരിത്രത്തിൽ നടന്നിട്ടുള്ള 150 കൊല്ലത്തിനിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ 10 നരഹത്യകളില് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാലും മതം പ്രാഥമികമായ വിഷയം വരുന്നത് വളരെ വളരെ വിരളമാണ് നമുക്ക് പറയാം. നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോ നമ്മള് എല്ലാ കൂട്ടക്കൊലകളും ഇല്ലാതാവുന്ന ഒരു രോഗം വരും എന്ന് വിചാരിക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവമില്ലാത്തതുകൊണ്ട് മാത്രം ആവുന്നില്ല അത്. 4 പേരുടെ കാര്യം പറഞ്ഞു, ബാക്കിയൊക്കെ എടുത്തോളൂ. 6 പേരെടുത്താൽ ഇപ്പം ഇതൊക്കെ തന്നെ. ഇപ്പൊ നൈജീരിയൻ സിവിൽ വാർ, അത് മതസംഘർഷമല്ല. എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പറയാം. മെങ്കിസ്റ്റു ഹെലി മറിയം പിന്നെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ് അത്. അയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ്. പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആണ് എന്ന് കൂടി പറയാം, ഒരു നേരിയ ബന്ധമുണ്ട്. പിന്നെ ടോജോ, അത് വാർ ക്രൈംസ്, സെക്കൻഡ് വേൾഡ് വാറിന്റെ വാർ ക്രൈംസ് ആണ്. ലിയോപോൾഡ് 2 അതെന്താണ്? റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ്, അങ്ങനെ വളരെ അതികഠിനമായ ലേബർ ലോസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർ മുഴുവൻ കൈവെട്ടിയും തലവെട്ടിയും ഒക്കെ കൊന്നു കളയുന്നത്. ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണെന്നുള്ള നിലക്കല്ല ജൂതന്മാരെ വെട്ടിയിടുന്നത്. അത് വേണമെങ്കിൽ അതും കൂടി ഇരുന്നോട്ടെ മതത്തിന്റെ പേരിൽ. അങ്ങനെ പറഞ്ഞാൽ ഈ 10 എണ്ണത്തിൽ 2 എണ്ണത്തിന് മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാണ് പറയുക. കാണാം നമുക്ക്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കഴിഞ്ഞ ഒരു 100-150 കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയ നരഹത്യകളൊന്നും തന്നെ മെജോറിറ്റിയും മതത്തിന്റെ പേരിലല്ല നടന്നിട്ടുള്ളത്.